എൻ്റെ ക്രിസ്മസ് തുടങ്ങിയത് ചൂടുള്ള ഒരു വെള്ളയപ്പം എടുത്ത് അതിലേക്ക് സ്റ്റൂ ഒഴിച്ചിട്ടാണ്. നല്ല ചൂടുള്ള മട്ടൺ സ്റ്റൂ ആണ് ഇത്. ഈ സ്റ്റൂവിൻ്റെ ഒപ്പം അപ്പം കൂടി കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ഇനി പതുക്കെ ഈ അപ്പം പൊട്ടിച്ച് സ്റ്റൂവിൽ മുക്കി ഈ അപ്പം പീസ് കുതിർത്തിട്ട് പിന്നെ വായിലേക്ക് വയ്ക്കും. ആഹാ, എന്താ ഒരു രുചി! ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ അനിയനെയാണ് നിങ്ങൾ കാണുന്നത്. കഴിച്ച് കൊതി മാറാണ്ടാണ് അനിയൻ പിന്നെയും പീസും കറിയും എടുത്തുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ക്രിസ്മസ് കേക്ക് കട്ടിങ്. ഒരു കാരമൽ ടോഫി കേക്കാണ് ഇതിനായി ഞങ്ങൾ വാങ്ങിച്ചത്. എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സും കസിൻസും വന്നിട്ട് ഇതൊരു ആഘോഷമായി മാറി. അങ്ങനെ പതുക്കെ കത്തിയോണ്ട് ഇത് മുറിച്ച് സോഫ്റ്റ് പീസുകളായി മാറി. അത് ഞങ്ങളൊക്കെ കഴിച്ചു. പതുക്കെ പീസുകൾ മുറിച്ച് അത് പതുക്കെ ഓരോ പ്ലേറ്റുകളാക്കി മാറ്റി. ഇത് ഞങ്ങൾ പെട്ടെന്നെടുത്ത് കഴിച്ചു തുടങ്ങി. അങ്ങനെ ഒരു ദിവസത്തേക്ക് വാങ്ങിച്ച കേക്ക് 1 മണിക്കൂറിലൂടെ തന്നെ കഴിഞ്ഞു. വാവ്, സൂപ്പർ കേക്ക്! ഇതാണ് ആ മനോഹരമായ കേക്ക്. അടുത്തത് ഡിന്നറിന് നല്ല വെള്ള ദം റൈസും അതിൻ്റെ മേലെ കൂടെ കുറേ വെറൈറ്റി ഭക്ഷണങ്ങളാണ് ഞങ്ങൾ കഴിച്ചത്. ആദ്യം നല്ലൊരു ചിക്കൻ റോസ്റ്റ്. ഞാൻ നല്ല ഫ്ലഷുള്ള കഷ്ണങ്ങൾ നോക്കി ഇട്ടു. അടുത്തത് മീൻ കറി. നല്ല മഞ്ഞ നിറത്തിലുള്ള നല്ല കഷ്ണങ്ങളുള്ള മീൻ കറിയായിരുന്നു അത്. അടുത്തത് നന്നായി വറുത്തിട്ടുള്ള ചിക്കൻ ഫ്രൈ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡായിരുന്നു അത്. അടുത്തത് ബീഫ് റോസ്റ്റ്. വാവ്, എത്ര നല്ല കറുത്തിട്ടുള്ള ബീഫ് റോസ്റ്റാണ് ഇത്. അടുത്തത് സൂപ്പർ പോർക്ക് ഫ്രൈ ആണിത്. വാവ്. അടുത്തത് കുറച്ച് സാലഡ്, അണിയൻസ് കിട്ടി നല്ലൊരു പൊളി സാലഡ് ആയിരുന്നു. അങ്ങനെ ഇതാണ് എൻ്റെ ഫുൾ കോഴ്സ് മീൽ. വാവ്, ക്രിസ്മസിന് ഇത്രയും നല്ലൊരു മീൽ കിട്ടാൻ ആരും പ്രതീക്ഷിച്ചില്ല. ഇതൊക്കെയാണ് ഇതിലത്തെ വിഭവങ്ങൾ. എന്ത് രുചിയാണല്ലേ! അങ്ങനെ എല്ലാവർക്കും നല്ല ഒരു ക്രിസ്മസും വരാൻ പോകുന്ന 2026 ന്യൂ ഇയറിനും നല്ലൊരു ആശംസ നേരുന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.